ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ ഇലക്ട്രിസിറ്റി ആണോ ലൈഫ് പ്രോസസ്സാണ് ലൈഫ് പ്രോസസ്സ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലിപ്പിലുള്ളത്. ഞാൻ ഈ ലെക്ചർ കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ രാവിലെയാണ് ഇത് പഠിക്കുന്നത്. അതിന് ശേഷം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ പഠിക്കുകയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇലക്ട്രിസിറ്റി പഠിക്കുന്നത്, ഒരു ലെക്ചർ കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് എക്സാമിനുള്ള ദിൽഷ മിസ്സിൻ്റെ ക്ലാസ്സാണ്. ഇലക്ട്രിസിറ്റി അടിപൊളിയായിട്ടാണെന്ന് അറിയാൻ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ എന്തായാലും ആ മാഡത്തെ ക്ലാസ് കേട്ടു, ഒക്കെ അടിപൊളിയാണ്. അതിനുശേഷം എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കുറേ നാളായിട്ട് കാത്തിരുന്ന എൻ്റെ സ്കൂൾ 100 ബുക്കായിരുന്നു. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഞാൻ 3 ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഒരുമിച്ച് വരുവാണെങ്കിൽ ഞാൻ റിവ്യൂ ഇടാം. പിന്നെ എൻ്റെ മാർക്സ്, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ മാർക്ക് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് ഞാനിപ്പോൾ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ സോഷ്യലിൻ്റെ മാർക്കാണ്. സോഷ്യലിന് എനിക്ക് 48 മാർക്കാണ് ഇട്ടുണ്ടായിരുന്നത്. ഞാൻ അത്ര വലിയ പഠിപ്പിയൊന്നും അല്ല, എന്നാലും എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പ്രീ ബോർഡ് 1-ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 38 മാർക്കാണ്, ഇപ്പോൾ 48. ഒരു 10 മാർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് തന്നെ എനിക്കുണ്ട്. ആൻഡ് നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഒത്തിരി പഠിക്കും, അതാണ് ഇതാണ് ടോപ്പറാണ്, അങ്ങനെ അവനൊന്നുമല്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും. ആൻഡ് ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്നൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്നാലും എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് 12 മണി വരെ സ്റ്റേ ചെയ്യുന്നത് പഠിക്കാനൊക്കെ ആയിട്ട്. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് സ്റ്റഡീസ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ മാർക്ക് നല്ലതുപോലെ കുറയും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ലപോലെ ഇരുന്ന് പഠിക്കാൻ നോക്കുന്നത്. ആൻഡ് എൻ്റെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ മാർക്ക് സയൻസ് മാത്സൊക്കെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നതെല്ലാം. പിന്നെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. ആകെ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്തത്, ഇപ്പോൾ വന്നേക്കുന്നതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്തത് സാൻസ്ക്രിറ്റാണ്. സാൻസ്ക്രിറ്റിന് എനിക്ക് പ്രീ ബോർഡ് 1-ന് 59 മാർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് പ്രീ ബോർഡ് 2-ന് എനിക്ക് നല്ലപോലെ മാർക്ക് കുറഞ്ഞു. നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ മാർക്ക്, അത്രയ്ക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിനി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് സാൻസ്ക്രിറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് എൻ്റെ മാത്സിൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സിന് ഞങ്ങൾക്ക് സാറ് പ്രോജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുത്തിയിരുന്ന് കംപ്ലീറ്റ് ചെയ്തു. കാരണം നാളെ എനിക്ക് ചെക്ക് ചെയ്യാൻ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് കുത്തിയിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തിട്ട്, ഒരു യൂട്യൂബിലെ ക്ലാസ് ലെക്ചർ സജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ നല്ല ലെക്ചർ ഇനിയും ടിപ്സും കാര്യങ്ങളും സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് വേറൊരാൾക്കും കൂടെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് നിങ്ങൾ കമൻറ്റ് അത് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കമൻറ്റ് പോലും ഞാൻ പിൻ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് പിൻ ചെയ്യാനുള്ളൊരിത് തോന്നിയിട്ടേ ഇല്ല. പക്ഷേ ഇത് എനിക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ആ ഒരു കമൻറ്റ്. ഒത്തിരി സന്തോഷം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ കമൻറ്റ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എൻ്റെ മാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റഡീസ് സ്റ്റാർട്ടിങ്ങിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് എൻ്റെ മാർക്ക് കുറഞ്ഞത്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കുന്നത്. ഇവിടെ എൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ഷഫിളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാൻ വേറെ ഒരു ഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ നിന്നല്ല റെക്കോർഡ് ചെയ്തത്. എൻ്റെ ഫോണാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത് കാണുന്നത്. ഞാൻ ക്ലിപ്പൊക്കെ കുറച്ച് ഷഫിളായിട്ടിരിക്കുകയാണ്. എനിക്ക് പ്രോപ്പറായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോർട്ട് ചെയ്യാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഭയങ്കര വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലാഗാവും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കുറച്ച് ഷഫിളായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലിപ്പിൽ നിങ്ങൾ കാണുന്ന ഫോൺ എൻ്റെയാണ്. ഈ ഫോണിലാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ വീഡിയോയും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാം. പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊരു ഫോണിലാണ് ചെയ്യുന്നത്. കാരണം ലാപ്ടോപ്പ് എനിക്കൊന്ന് കിട്ടിയാൽ മാത്രമേ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ലെക്ചർ എനിക്കതിനകത്ത് കേട്ടാൽ എനിക്ക് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലെക്ചർ കേൾക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഫോണിലാണ്. ഈ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ്. ആപ്പുകളെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. എൻ്റെ തമ്മിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഡിലീറ്റ് ചെയ്യും. എന്നാലേ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ സെറ്റാക്കാൻ പറ്റുള്ളൂ. എൻ്റെ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായിരിക്കും ഈ ഫോണിൻ്റെ. എന്നാൽ അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ നോട്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തു. എന്നിട്ടൊക്കെയാണ് ഇതിന് പഠിക്കുന്നത്. ഞാനത് ആ ഒരു കമൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ. ആൻഡ് അങ്ങനെ ഞാൻ ആ ഒരു സംഭവം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
കുറേ ഇരുന്ന് എഴുതാനുണ്ടായിരുന്നു. കാരണം എനിക്ക് ലാസ്റ്റ് ആകുമ്പോൾ മടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു സംഭവം എഴുതിയിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടാനില്ല. ഈ ഒരു സമയത്ത് എനിക്ക് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് അല്ലല്ലോ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ചാപ്റ്ററും പഠിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് ഞാൻ ഇരുന്നിരുന്ന് പഠിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ഇനി സ്കൂളിൽ കോപ്പി ചെക്കിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് ഞാനൊരു വലിയ ബ്രേക്ക് എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പറ്റത്തില്ല, എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇത് ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് പഠിക്കാനുള്ളത്. പക്ഷേ അതിന് മുമ്പേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടണം. കാരണം വീഡിയോ ഇട്ടിട്ട് 2 ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് ആവാൻ പറ്റില്ല. 2 ദിവസം ഗ്യാപ്പ് തന്നെ കൂടുതലാണെങ്കിൽ വീഡിയോ എനിക്ക് ഇട്ടേ പറ്റുള്ളൂ. വീഡിയോ ഇടലും എൻ്റെ പ്രയോറിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 700 ആവുന്നുണ്ട്. 700 ആവാറായിട്ടുണ്ട്. 12 പേരെങ്ങാണ്ടേ ഉള്ളൂ ഇനി 700 ആവാനായിട്ട് ഉള്ളത്. ഇപ്പോൾ വരാൻ നോക്കിയിട്ട് 12 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 700 ആവും. അപ്പോൾ 700 ആവും. ഞാൻ ഇപ്പോഴും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലിപ്പിൽ ഞാൻ ഈ ഒരു മാത്സ് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ കൂടുതലായിട്ടുള്ളത് അത് മാത്രമാണ്. പക്ഷേ അതല്ലാണ്ട് രാവിലെ ഇരുന്നിട്ട് മാഗ്നറ്റിക് എഫക്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം. കാരണം ഞാൻ എത്ര നോക്കിയാലും എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കൽ. 5 മണിക്ക് തന്നെ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കഷ്ടപ്പെട്ടാണ് എഴുന്നേൽക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആ ഒരു ടൈം കൂട്ടണം. ലൈക്ക് ഒരു 4 മണിക്കോ 3:30ക്കോ ഒക്കെ എഴുന്നേൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. ലേറ്റ് നൈറ്റ് എനിക്ക് നിൽക്കാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഡേ ടൈം ഭയങ്കര ബിസിയാണ്. ഡേ ടൈം എൻ്റെ നല്ലപോലെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം ഗ്യാപ്പിൽ ഞാൻ ട്യൂഷൻ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹെക്ടിക്കാണ് എൻ്റെ ഷെഡ്യൂൾ. സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ 5 മണിക്കാണ് തിരിച്ച് വരുന്നത്. തിരിച്ച് നേരെ ട്യൂഷന് കയറുക. ട്യൂഷൻ കഴിയുമ്പോഴേക്കും ട്യൂഷൻ 7 മണിയാകുമ്പോൾ 6:30 കഴിയും. 6:30 കഴിയും. എന്നിട്ട് നേരെ പോകുന്നത് 7 മണി തൊട്ട് 10 മണി വരെ എനിക്ക് മാത്സിന് ട്യൂഷനുണ്ട്. അപ്പോൾ മാത്സിന് ട്യൂഷനിലേക്ക് പോകും. 10 മണിയാകുമ്പോഴേക്കും കഴിയും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഠിത്തം. 11:30-12 മണിയാകുമ്പോൾ കിടന്നുറങ്ങില്ല. അടിപൊളിയല്ലേ? എൻ്റെ ഇടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ ടൈമിൽ ഒട്ടും സമയമില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ സമയം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. പഠിച്ച് സത്യം പറഞ്ഞാൽ മടുത്തു. എൻ്റെ ലൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. പഠിത്തം മാത്രം. എനിക്ക് വേറെ ഒരു പരിപാടിയും ഇപ്പോൾ ചെയ്യാറില്ല. സ്കൂളിൽ നിന്നിട്ട് വന്നാൽ നേരെ എൻ്റെ ക്വാർട്ടേഴ്സിൽ കയറുക. ക്വാർട്ടേഴ്സ് തന്നെയാണ് എനിക്ക് ട്യൂഷനുള്ളത്. അപ്പോൾ ട്യൂഷൻ അവിടെ തന്നെ ഇരിക്കും. ക്വാർട്ടേഴ്സ്, സ്കൂൾ, ഇത് മാത്രമാണ് ലൈഫ്. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടൈം വെറുതെ കിട്ടും. 10 കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ വലിയൊരു ബ്രേക്ക് ഉണ്ടല്ലോ. +1 പോകുന്നതിന് മുമ്പേ. +1 എന്ന് പറയുമ്പോഴേക്കും ഇതിനെക്കാട്ടും ടഫായിരിക്കും. എന്നാലും നമുക്ക് ആ ഒരു വലിയൊരു ബ്രേക്ക് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ പഠിക്കാൻ തോന്നും. ഇപ്പോൾ ഇരുന്ന് പഠിക്കും. ഞാൻ ഈ ആക്ടിവിറ്റി എഴുതിക്കൊണ്ടിരുന്നതിനിടയിൽ എൻ്റെ പേന തീർന്നു പോയി. ഞാൻ പിന്നെ ആ പേനയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഇരുന്ന് എഴുതുന്നുണ്ട്. എഴുതി ലാസ്റ്റ് ഞാൻ ആ സംഭവം തീർത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളോട് ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കമൻറ്റ് നിങ്ങളെ കാണിച്ചു തരാം. പറഞ്ഞില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന കമൻറ്റ്. ആ കമൻറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു കമൻറ്റ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം ഞാനൊരു ഡയറി മിൽക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്ന് ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാവുന്നതാണ് അതിന്. അപ്പോൾ ബൈ.